നമ്മുടെ ചില ബന്ധുജനങ്ങളും കൂട്ടുകാരും നമ്മളെ വില കുറച്ച് കാണുന്നതായി തോന്നിയിട്ടില്ലേ? മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അതേ പരിഗണന നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ യഥാർത്ഥ മൂല്യം എന്താണ്? നിങ്ങൾ സ്വയം എത്രത്തോളം വിലമതിക്കുന്നു? നമ്മുടെ ജീവിതത്തിന്റെ മൂല്യം എന്താണെന്ന് തിരിച്ചറിയാൻ ബുദ്ധൻ പഠിപ്പിച്ച ഒരു മനോഹരമായ കഥയാണ് നാം കേൾക്കാൻ പോകുന്നത്. ഇത് കേട്ടുകഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നോക്കിക്കാണുന്ന രീതി മാറിയേക്കാം. ഒരിക്കൽ ഒരു മനുഷ്യൻ ഗൗതം ബുദ്ധന്റെ അടുത്തേക്ക് വന്നു. അയാൾ ബുദ്ധനോട് വിനയത്തോടെ ചോദിച്ചു, "ഓ പ്രഭോ, മനുഷ്യന്റെ ജീവിതത്തിന് എന്ത് മൂല്യമാണുള്ളതെന്ന് അങ്ങ് പറഞ്ഞു തരുമോ?" ബുദ്ധൻ സൗമ്യമായി ചിരിച്ചു. എന്നിട്ട് അദ്ദേഹം തിളങ്ങുന്ന ഒരു കല്ല് ആ മനുഷ്യന്റെ കയ്യിൽ നൽകി. "നീ ഈ കല്ലുമായി അങ്ങാടിയിൽ പോകുക," ബുദ്ധൻ പറഞ്ഞു. "എന്നിട്ട് ഈ കല്ലിന്റെ വില എത്രയാണെന്ന് പല കടകളിൽ പോയി ചോദിച്ചറിയുക. എന്നാൽ ഒരു കാരണവശാലും ഈ കല്ല് വിൽക്കരുത്," ബുദ്ധൻ കർശനമായി ഓർമ്മിപ്പിച്ചു. ബുദ്ധന്റെ മറുപടി ആ മനുഷ്യനെ അമ്പരപ്പിച്ചെങ്കിലും കൂടുതലൊന്നും പറയാതെ അയാൾ കല്ലുമായി അങ്ങാടിയിലേക്ക് യാത്രയായി. ആദ്യം അയാൾ ഒരു ഓറഞ്ച് വിൽക്കുന്നയാളിന്റെ അടുത്താണ് പോയത്. കല്ല് കാണിച്ചിട്ട് അയാൾ വില ചോദിച്ചു. ഓറഞ്ച് വിൽപ്പനക്കാരൻ കല്ലെടുത്ത് പരിശോധിച്ചു. എന്നിട്ട് മറുപടി പറഞ്ഞു, "ഈ കല്ലിന് പകരമായി ഞാൻ നിനക്ക് ഒരു ഡസൻ ഓറഞ്ചുകൾ തരാം." ആ മനുഷ്യൻ കല്ലുമായി മുന്നോട്ടു പോയി. അടുത്തത് അയാൾ ഒരു പച്ചക്കറി കച്ചവടക്കാരന്റെ അടുത്താണ് എത്തിയത്. അദ്ദേഹം കല്ല് കയ്യിലെടുത്ത് നോക്കിയ ശേഷം പറഞ്ഞു, "ഒരു ചാക്ക് ഉരുളക്കിഴങ്ങെടുത്തോളൂ. ഈ തിളങ്ങുന്ന കല്ല് ഇവിടെ വെച്ചേക്കൂ." ഈ ഉത്തരങ്ങളിൽ ഒന്നും ആ മനുഷ്യൻ തൃപ്തനായില്ല. അയാൾ യാത്ര തുടർന്നു. പിന്നീട് അദ്ദേഹം ഒരു സ്വർണ്ണപ്പണിക്കാരന്റെ അടുത്താണ് എത്തിയത്. കല്ലിന്റെ തിളക്കം കണ്ടപ്പോൾ സ്വർണ്ണപ്പണിക്കാരൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, "ഈ കല്ല് എനിക്ക് വിൽക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 1000 സ്വർണ്ണ നാണയങ്ങൾ നൽകാം." ഈ വാഗ്ദാനം കേട്ട് ആ മനുഷ്യൻ ആശ്ചര്യപ്പെട്ടു. എന്നാൽ ബുദ്ധൻ വിൽക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് അയാൾ അത് നിരസിച്ചു. ഉടൻ തന്നെ സ്വർണ്ണപ്പണിക്കാരൻ തന്റെ വാഗ്ദാനം ഉയർത്തി. അദ്ദേഹം 2000 സ്വർണ്ണ നാണയങ്ങൾ നൽകാൻ തയ്യാറായി. അപ്പോഴും "എന്റെ ഗുരു ഇത് വിൽക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്" പറഞ്ഞ് ആ മനുഷ്യൻ ആ വാഗ്ദാനവും നിരസിച്ചു. അവസാനം ആ മനുഷ്യൻ ഒരു വലിയ വജ്രവ്യാപാരിയുടെ അടുത്തേക്ക് പോയി കല്ല് കാണിച്ചു. ആ വജ്രവ്യാപാരി ആ മനോഹരമായ കല്ല് കണ്ടപ്പോൾ അദ്ദേഹത്തിന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അതിന്റെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയി. ആദ്യം അദ്ദേഹം ഒരു ചുവന്ന തുണി താഴെ വിരിച്ചു. എന്നിട്ട് അതിനു മുകളിൽ ആ കല്ല് വെച്ചു. അതിനുശേഷം കല്ല് തിരിച്ചും മറിച്ചും പരിശോധിച്ചു. എന്നിട്ട് ആ മനുഷ്യനോട് ചോദിച്ചു, "ഇത്രയും അമൂല്യമായ കല്ല് നിനക്ക് എവിടെ നിന്ന് കിട്ടി?" വ്യാപാരി തുടർന്നു, "ഈ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ വിറ്റാൽ പോലും ഈ മാണിക്യക്കല്ലിന്റെ മൂല്യത്തിന്റെ അടുത്ത് എത്തില്ല. ഇത് വിലമതിക്കാനാവാത്തതാണ്." വിവിധ ആളുകളിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങളുടെ വ്യത്യാസത്തിൽ ആകെ ആശയക്കുഴപ്പത്തിലായ ആ മനുഷ്യൻ നേരെ തിരിച്ച് ബുദ്ധന്റെ അടുത്തേക്ക് ചെന്നു. അയാൾ തന്റെ കഥ ബുദ്ധനോട് വിവരിച്ചു. എന്നിട്ട് വീണ്ടും ചോദിച്ചു, "ഭഗവാനെ, മനുഷ്യജീവിതത്തിന്റെ വില എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞു തന്നാലും?" ബുദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, "എന്റെ സ്നേഹിത, നീ കണ്ടില്ലേ, ഓറഞ്ച് വിൽപ്പനക്കാരൻ 12 ഓറഞ്ചാണ് വിലയിട്ടത്. പച്ചക്കറി വിൽപ്പനക്കാരൻ ഒരു ചാക്ക് ഉരുളക്കിഴങ്ങ് പറഞ്ഞു. സ്വർണ്ണപ്പണിക്കാരൻ 2000 സ്വർണ്ണ നാണയങ്ങൾ മൂല്യം കൽപ്പിച്ചു. വജ്രവ്യാപാരിയാകട്ടെ ഇത് വിലമതിക്കാനാവാത്തതാണെന്ന് പറഞ്ഞു." ബുദ്ധൻ തുടരുന്നു, "മനുഷ്യജീവിതത്തിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സത്യം. നിങ്ങൾ ശരിക്കും ഒരു രത്നമാണ്. എന്നാൽ നിങ്ങളെ ചുറ്റിപ്പറ്റിരിക്കുന്ന ആളുകൾ അവരുടെ നിലവാരം, അറിവ്, കഴിവ് എന്നിവ അനുസരിച്ചായിരിക്കും നിങ്ങളെ വിലയിരുത്തുക. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട. ഈ ലോകം ഒരു ദിവസം നിങ്ങളുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയുകയും കണ്ടെത്തുകയും ചെയ്യും." നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. പലപ്പോഴും ആളുകൾ തങ്ങളുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് അവർ അർഹിക്കുന്നതിലും വളരെ കുറഞ്ഞ കാര്യങ്ങളിൽ ഒതുങ്ങി ജീവിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ മൂല്യം നിങ്ങൾ നിങ്ങളെ എവിടെ സ്ഥാപിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ സ്വയം വിലമതിക്കുന്ന അത്രയും മാത്രമേ മറ്റുള്ളവർ നിങ്ങൾക്ക് മൂല്യം നൽകുകയുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ മൂല്യത്തെ കുറച്ചു കാണുകയാണെങ്കിൽ ഈ ലോകത്ത് നിന്ന് നിങ്ങൾക്ക് കുറഞ്ഞത് മാത്രമേ ലഭിക്കൂ. നിങ്ങൾ സ്വയം യോഗ്യനാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ ലോകത്ത് നിന്നും നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കും. മനുഷ്യർ മറ്റുള്ളവർ വന്ന് തങ്ങളുടെ വില നിശ്ചയിക്കുന്നതിന് വേണ്ടി അവസരമൊരുക്കി കൊടുക്കുന്നവരാണ് കൂടുതലും. എന്നാൽ യഥാർത്ഥ മൂല്യം അറിയുന്ന ആളുകൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നു. മറ്റാരുടെയും നിർവചനങ്ങളാൽ തങ്ങളെ തന്നെ അളക്കാൻ അവർ വിസമ്മതിക്കും. കാരണം അവർക്കറിയാം, തങ്ങളുടെ മൂല്യം നിശ്ചയിക്കുന്നത് അവർ തന്നെയാണ്, മറ്റൊരാളുടെ അഭിപ്രായമല്ല. അതുകൊണ്ട് മറ്റുള്ളവർ കൊണ്ട് നിങ്ങളുടെ വില നിശ്ചയിക്കാൻ അനുവദിക്കരുത്. നിങ്ങൾ തന്നെ നിങ്ങളുടെ വില നിശ്ചയിക്കുക. നിങ്ങളുടെ ജീവിതം ആ കല്ലുപോലെയാണ്. നിങ്ങളൊരു ഓറഞ്ച് കച്ചവടക്കാരൻ്റെ അടുത്താണോ അതോ ഒരു വജ്രവ്യാപാരിയുടെ അടുത്താണോ നിൽക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. കാരണം നിങ്ങളുടെ മൂല്യം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചുറ്റുപാടുകളിലാണ് തിളങ്ങുന്നത്. ഈ സന്ദേശം നിങ്ങൾക്ക് പ്രചോദനം നൽകിയെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. പുതിയ ഉൾക്കാഴ്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.